സഹകരണ മേഖലയിലെ കേന്ദ്ര സംസ്ഥാന സംഘർഷം തുടരുന്നു. രാജ്യത്താകമാനം കേന്ദ്ര സഹകരണ മന്ത്രാലയം പിടിമുറുക്കുമ്പോൾ മാസ്റ്റർ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് കേരള ബാങ്കിനെതിരെയോ? ഏറെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ആരംഭിച്ച കേരള ബാങ്ക് സഞ്ചിത നഷ്ടം കുറച്ചതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകവേ മറ്റൊരു പ്രഹരമായി മാറുകയാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ പുതിയ നിലപാട്. രാജ്യമാകമാനം എല്ലാ ജില്ലകളിലും ജില്ലാ ബാങ്ക് സ്ഥാപിക്കുവാൻ കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞു. ജില്ലാ ബാങ്ക് രൂപീകരണത്തിന്റെ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത് ഷാ നബാർഡിന് നിർദ്ദേശം നൽകി. ത്രിതല സംവിധാനത്തിൽ നിന്നും ദ്വിതല സംവിധാനത്തിലേക്ക് വന്ന കേരളത്തിലെ സഹകരണ വായ്പാ മേഖലയെ വീണ്ടും പൊളിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാകും. ഇപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്കിൽ പ്രാഥമിക സംഘങ്ങളുടെ 990 കോടി രൂപയുടെ ഓഹരി തുകയുണ്ട്. കേരള ബാങ്ക് നിക്ഷേപത്തിന്റെ 76% പ്രാഥമിക സംഘങ്ങളുടേതാണ്. നിലവിൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ആണ് കേരള ബാങ്കിലെ വോട്ടവകാശമുള്ള അംഗങ്ങൾ. കേരള ബാങ്കിന്റെ സേവനവും സഹായവും നിലവിൽ പ്രധാനമായും ലഭിക്കുന്നത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കാണ്. ഇവിടെ കേന്ദ്രം പറയുന്ന ന്യായം പുതിയ ജില്ലാ ബാങ്ക് വരുന്നതോടെ വായ്പേതര സംഘങ്ങൾക്കും സഹായം ലഭ്യമാക്കും എന്നുള്ളതാണ്. ഈടില്ലാതെ പ്രാഥമിക സംഘങ്ങൾക്ക് 5 കോടി രൂപ വരെ വായ്പ ലഭ്യമാക്കുമത്രേ വരാൻ പോകുന്ന ജില്ലാ ബാങ്കുകൾ എന്നാണ് കേന്ദ്ര ഭാഷ്യം. കേന്ദ്രത്തിന്റെ പുതിയ സഹകരണ നയം സഹകരണ മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു. കേരള ബാങ്കിനെതിരായ വാളോങ്ങലായി പുതിയ നിർദ്ദേശം മാറുകയാണോ? കേരള ബാങ്കും പ്രാഥമിക സഹകരണ ബാങ്കുകളും ഉൾക്കൊള്ളുന്ന ശക്തമായ സഹകരണ സംവിധാനത്തിന് കേരള ബാങ്ക് പദ്ധതി തയ്യാറാക്കി വരുന്ന സമയത്താണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം. ഇത് പ്രാഥമിക സഹകരണ ബാങ്കുകളെയും പ്രതികൂലമായി ബാധിക്കും. കേന്ദ്രം കൊണ്ടുവന്ന ഏകീകൃത സോഫ്റ്റ്വെയർ സ്വീകരിക്കാൻ കേരളം തയ്യാറായിരുന്നില്ല. സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ പരിഷ്കരണത്തെ പോലും കേന്ദ്ര നീക്കം പ്രതികൂലമായി ബാധിച്ചേക്കും. സംസ്ഥാന വിഷയത്തിൽ കേന്ദ്ര കടന്നുകയറ്റം സഹകരണ മേഖലയുടെ വളർച്ചാ സാധ്യതയിൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. മുൻ ACSTI ഡയറക്ടറും പ്രമുഖ സഹകരണ പണ്ഡിതനുമായ BP പിള്ള സഹകാര്യം ന്യൂസിനോട് പ്രതികരിച്ചു. മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ജില്ലാ സഹകരണ ബാങ്കുകളെ വീണ്ടും കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ 1ാം ലിസ്റ്റിലെ 47ാം എൻട്രിയാണ് ബാങ്കിങ് സംബന്ധിച്ച എല്ലാ അധികാരങ്ങളും യൂണിയൻ ഗവൺമെൻറ്റിനാണ്. എന്നാൽ 7ാം ഷെഡ്യൂളിലെ 2ാം ലിസ്റ്റിലെ 32ാം എൻട്രിയാണ് സഹകരണം, സംസ്ഥാന വിഷയമായ സഹകരണം. അതുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാന നിയമസഭയ്ക്കുമാണ് അധികാരം. കേരളത്തിലെ ഹ്രസ്വകാല കാർഷിക വായ്പാ മേഖല, റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ത്രിതല സംവിധാനത്തിൽ വേണോ ദ്വിതല സംവിധാനത്തിൽ വേണോ എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം നമ്മുടെ നിയമസഭയ്ക്കാണ്. അത് കേന്ദ്രത്തിന് ഇടപെടാനായിട്ട് സാധിക്കില്ല. ബാങ്കിങ് വിഷയമല്ല, സഹകരണമാണ്. ഹ്രസ്വകാല സഹകരണ വായ്പാ മേഖല എന്നുള്ളത് സഹകരണത്തിൻ്റെ പരിധിയിൽ വരുന്നൊരു വിഷയമാണ്. അത് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഗവൺമെൻറ്റിനാണ്, നമ്മുടെ നിയമസഭയ്ക്കാണ്. അത് നിർബന്ധമായും ത്രിതല സംവിധാനമായിരിക്കണം, എല്ലാ ജില്ലകളിലും ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരിക്കണം എന്ന് അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ കേന്ദ്രത്തിന്റെ ജില്ലാ ബാങ്ക് നീക്കം കേരള ബാങ്കിനെ ബാധിക്കില്ലെന്ന് കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ സഹകാര്യം ന്യൂസിനോട് പറഞ്ഞു. കേരള ബാങ്ക് സ്വതന്ത്ര നിലനിൽപ്പുള്ള കരുത്തുറ്റ ബാങ്കിംഗ് പ്രസ്ഥാനമായി വികാസം പ്രാപിച്ചു കഴിഞ്ഞെന്നും പ്രാഥമിക സഹകരണ മേഖലയെ ചേർത്തുപിടിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു.